സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൂർത്തിയായത് നിശ്ചിത സമയപരിധിയും കഴിഞ്ഞ് 4.5 മണിക്കൂറിലേറെ പിന്നിട്ടപ്പോൾ വടകരയിലാണ് പോളിംഗ് രാത്രി 10:47 വരെ നീണ്ടത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വടകരയിൽ നിന്ന്. രാഹുൽ, പല ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു. ടോക്കൺ നൽകി ഒരുപാട് പേർക്ക് അത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു വോട്ട് രേഖപ്പെടുത്തുവാനൊരു അവസരത്തിനായി. എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായോ? ഗോകുൽ, കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ കുറ്റ്യാടി മണ്ഡലത്തിലെ 141 ബൂത്തിലാണ് ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പ് അവസാനിച്ചിട്ടുള്ളത്. 11:43 അവസാനത്തെ ആൾ വോട്ട് രേഖപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം 77.66% ആളുകളാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യന്ത്രങ്ങളുടെ തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് കൊണ്ടോ വലിയ രീതിയിൽ വോട്ടർമാർ ഇന്ന് കുഴഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാവിലെ 7 മണി മുതൽ ഇത്രയും രാത്രി ഏതാണ്ട് 11:45 വരെ ആളുകളുടെ നീണ്ട നിര ഓരോ ബൂത്തുകളിലും ഉണ്ടായിരുന്നു. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇല്ലാത്തൊരു കാഴ്ചയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായത്. ഇതിനെതിരെ UDF-ഉം LDF-ഉം ഒരുപോലെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര പരിചയമില്ലാത്തതാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കാലതാമസം ഉണ്ടാകാൻ കാരണമായതെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ ഏറ്റവും വൈകി ഈ 11:45 വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. 77.66 ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക്. ഇതിൽ നേരിയ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ കൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് 82%-ലധികമായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഒരു വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അത് ഏത് പാർട്ടിക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലും കൂടിയാലും അനുകൂലമാകുമെന്നാണ് സാധാരണ LDF-ഉം UDF-ഉം BJP-യും പറയാറ്. അതിന് ഇനി 38 ദിവസങ്ങളോളം കാത്തിരിക്കണം. അതിനൊടുവിൽ ആളുകളുടെ ജനവിധി എന്താണെന്ന് അറിയാൻ സാധിക്കും. ഗൂഗിൾ. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വടകരയിലാണ് ബൂത്തുകളിൽ പോളിംഗ് വളരെ വൈകിയത്. 10:47 വരെ അവിടെ ചില ബൂത്തുകളിൽ പോളിംഗ് നീണ്ടു. ഏതായാലും പോളിംഗ് എല്ലായിടത്തും കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും പോളിംഗ് പൂർത്തിയായി എന്നതാണ് ഒടുവിലത്തെ വിവരം.